കലാശക്കൊട്ടിൽ പത്തനംതിട്ടയെ ചെങ്കടലാക്കി ഇടതുമുന്നണി. പത്തനംതിട്ട അബാൻ ജംഗ്ഷനിൽ നടന്ന കലാശക്കൊട്ടിൽ മുന്നണി സ്ഥാനാർത്ഥികളെല്ലാം പങ്കെടുത്തു. പത്തനംതിട്ടയിൽ ഇക്കുറി ചെങ്കൊടി പാറിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇടതുമുന്നണി പ്രവർത്തകർ. പത്തനംതിട്ടയിൽ നടന്ന കൊട്ടിക്കലാശത്തിൽ മന്ത്രി വീണ ജോർജിനൊപ്പമാണ് തോമസ് ഐസക് പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തത്. UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയും NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണിയും പത്തനംതിട്ടയിലെ കൊട്ടിക്കലാശത്തിൽ പങ്കാളികളായി. പത്തനംതിട്ടയിലെ പ്രചരണത്തിലുടനീളം ഇടതുമുന്നണി തന്നെയാണ് മുന്നിൽ നിന്നത്. മണ്ഡലത്തിലെ 7 നിയോജക മണ്ഡലവും LDF-നൊപ്പമാണ്. അതിനാൽ തന്നെ പത്തനംതിട്ടയിൽ ഇത്തവണ ചെങ്കൊടി പാറുമെന്നാണ് LDF-ന്റെ ഉറച്ച വിശ്വാസം. പത്തനംതിട്ട ഇടത്തോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു കൂടുതൽ. 7 നിയമസഭയിലും കഴിഞ്ഞവണ ജയിച്ചു. ഇത്തവണ പാർലമെന്റിൽ 4,29,700 വോട്ടർമാരാണ് പത്തനംതിട്ടയിൽ ഉള്ളത്. പരമാവധി വോട്ടർമാരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുക എന്നതാണ് ഇനിയുള്ള മണിക്കൂറുകളിൽ മുന്നണികളുടെ ലക്ഷ്യം. കൈരളി ന്യൂസ്, പത്തനംതിട്ട.